കാണുമെന്ന് വിചാരിച്ചില്ല. അതെ, കാണുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. ഞങ്ങൾ കൂട്ടുകൂടിയത് പ്ലസ് വൺ പ്ലസ് ടുവിലാണ് ഞങ്ങൾ കൂട്ടുകൂടി തുടങ്ങിയത്. പക്ഷെ ഞങ്ങളെ കൂട്ടിൽ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ, മീവല്, ആർഷയ്ക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ല. അവൾ പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ടാണ് അവളെയും കൂടെ കാണാൻ പറ്റാഞ്ഞ്. എനിക്ക് അവളെ കാണാനും പറ്റിയിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. ഒരാൾ നാലാഞ്ചിറ, ഒരാൾ കള്ളിക്കാട്, ഒരാൾ കാഞ്ഞിരംകുളം, അതായത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത്. അപ്പം അതിൽ ഈ നാലാഞ്ചിറയിലാണ് കേട്ടോ മീവൽ താമസിക്കുന്നത്. നമ്മൾ ഒരുപാട് കൊതിക്കുന്നുണ്ട് കേട്ടോ ഈ 3 പേരും ഒരുമിച്ച് ഒരു ദിവസം. പക്ഷെ നമുക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഫങ്ഷനിൽ വെച്ച് നമ്മൾ 3 പേരും കൂടും എന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ദിവസം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എനിക്കൊരു വിളി വന്ന്, നീ എവിടെ, നിലമ്പൂരുണ്ടാ? ഞാൻ എന്തായാലും ആ വഴിക്ക് വരണുണ്ട്, നിന്നെ ഒന്ന് കാണാമല്ലോ എന്ന്. നമ്മൾ വർഷങ്ങളായി കേട്ടോ കണ്ടിട്ട്. അങ്ങനെ നിലമ്പൂരുള്ള എന്നെ കാണാൻ വേണ്ടി അവൾ അവിടെ എത്തി. എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക് അപ്പോഴേ. കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്. കാരണം നമ്മളെ ഇടയിൽ കുറച്ചെങ്കിലും പക്വതയോടെ പെരുമാറുന്നത് അവളും ആർഷയാണ് കേട്ടാ. എനിക്ക് പിന്നെ പണ്ടേ പക്വത എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ. നമുക്കിങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന 2 ഭർത്താക്കന്മാർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. ചാച്ചനായാലും ചേട്ടനോടായാലും ഒരുപാട് നന്ദിയുണ്ട്. കാരണം അന്ന് നമ്മളിതുപോലെ തോളിൽ കൈയിട്ട് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ തോളിൽ കൈയിട്ടും സൊറ പറഞ്ഞും സംസാരിച്ചും ഒക്കെ നടന്നിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് തോളിൽ കൈയിടാൻ പറ്റിയത് ഇപ്പോഴാണ്. പക്ഷെ ഒരു വിഷമമുണ്ട്, അതിൽ നമ്മളെ ഒരു വാലില്ല. എന്തേലും ആ വാലും കൂടെ കൂടും എന്ന് വിശ്വസിക്കാം. അപ്പം നമ്മളിതിപ്പോൾ നിൽക്കുന്നത് കനോലി പ്ലോട്ടിലാണ് കേട്ടോ. നിലമ്പൂരിലുള്ള ഫേമസ് ആയിട്ടുള്ള കനോലി പ്ലോട്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ തേക്കും കാര്യങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച സ്ഥലമാണ് ഈ കനോലി പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊക്കെ ഫെൻസിങ് ആണ്. ആനയും രാത്രി സമയമാകുമ്പോൾ ആനകൾ ഇഷ്ടംപോലെ കയറാറുണ്ട്. അപ്പം അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഫെൻസിങ്ങാണിത്. 2019-18 കാലഘട്ടത്തിലുള്ള വെള്ളപ്പൊക്കം 2019 അത് രൂക്ഷമായിട്ട് നിലമ്പൂരിനെയും മമ്പാടിനെയും തളർത്തിയത്. അപ്പോൾ ആ ടൈമിൽ, അതായത് 2018-19 കാലഘട്ടത്തിനകത്ത് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ആ തൂക്കുപാലമാണ് കനോലി പ്ലോട്ടിനെ ശരിക്കും വ്യത്യസ്തമാക്കിയിരുന്നത്. അതായിരുന്നു ഏറ്റവും വലിയ ആകർഷണ വസ്തു. എന്നാൽ ഇന്ന് ആ തൂക്കുപാലം ഇല്ല കേട്ടോ. അതിൻ്റെ അവശേഷിപ്പുകൾ മാത്രമാണ് മിച്ചമുള്ളത്. 2019 വെള്ളം തൂക്കുപാലവും കൊണ്ടുപോയി. കുറേ ആൾക്കാരെയും കൊണ്ടുപോയ കൂട്ടത്തിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടെ അന്ന് കൊണ്ടുപോയി. ഇതിത്തിരി കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. ഏതാണ്ട് 1 മാസത്തിനകത്താവേ ഉള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ നല്ല ജലദോഷമാണ്. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു സൗണ്ട് കേൾക്കണേ. അപ്പോൾ ഇപ്പോഴേ ആ തൂക്കുപാലത്തിന് പകരം ജങ്കാറെന്ന് പറഞ്ഞ സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഊഞ്ഞാൽ അവിടെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് സേഫ്റ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ അതറിയില്ല. പക്ഷേ അതും എല്ലാവർക്കും ഊഞ്ഞാൽ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ഒരുപാട് മക്കളിരുന്ന് ആടുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക് അവിടെ പോകുമ്പം. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സ്പോട്ട് ഒരിക്കലും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അതെ, കയറാനും ഇറങ്ങാനും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാണ് ജങ്കാറ്. നമ്മളിങ്ങനെ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പുറം ഇപ്പുറം ഉണ്ട്, അക്കരെ ഇക്കരെയുണ്ട്. അപ്പോൾ അക്കരയായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ഒരു ജങ്കാറാണ്. അതിന് വേണ്ടി നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. ജങ്കാറിൽ കയറണമെങ്കിൽ നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റും. ജങ്കാറിൽ കയറി അപ്പുറത്ത് പോകാൻ പറ്റും. ജങ്കാറിൽ കയറാൻ വേണ്ടി ഒരു തിരക്കാണ് കേട്ടോ. കാരണം 5 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും തള്ളി പെട്ടെന്ന് തന്നെ കയറാൻ വേണ്ടി ശ്രമിക്കും. അത് നല്ലൊരു രസമാണ് കേട്ടോ. സൈഡിലിങ്ങനെ ഇരുന്ന്
ഈ വെള്ളവും ഒക്കെ കണ്ട് അങ്ങ് അപ്പുറത്തോട്ട് പോവാം. അതൊരു വേറൊരു വൈബാണ്. പിന്നെ ഉച്ച സമയത്താണ് നമ്മൾ പോയത്. അപ്പം ആകാശവും അത്ര കണ്ട് നല്ല ഭംഗിയായിരുന്നു. ഇതാണ് സംഭവം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ഉണ്ടായിരുന്നു ഒരു സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ഉണ്ടായിരുന്നു. നമ്മളെക്കാൾ മുന്നേ വേറൊരാൾക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ശ്രമിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഉച്ച സമയത്തുള്ള വ്യൂ. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഈ പച്ചപ്പ്, ഹരിതാപകരം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ട്രാവല് അത്യാവശ്യം വർത്തായിരിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് ഗൂഗിൾ പേ ആണ്, ക്യാഷ് ആയിട്ടല്ല. രണ്ടാമത് നമ്മൾ ജങ്കാറിൽ കയറുന്നിടത്ത് ക്യാഷ് കൊടുക്കണം. അങ്ങനെ ഒരു 2 സെറ്റപ്പാണ് അവിടെ ഉള്ളത്. ജങ്കാറ് നീങ്ങി തുടങ്ങി. അപ്പോൾ നമ്മൾ ജങ്കാറിൽ ഇരുന്നുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. നല്ല രസമാണ് കേട്ടോ. ഉച്ച സമയം കൂടെ ആയപ്പോൾ മൃഗങ്ങളെല്ലാം ഇങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വെള്ളവും ഈ ശാന്തമായിട്ട് കിടക്കുന്ന പുഴയാണ് 2019 രൗദ്രഭാവിയായിട്ട് ഇവിടെ കൂടെ ഒഴുകി പോയതേട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ തൂക്കുപാലത്തിൻ്റെ അവശിഷ്ടമാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനൊരു തൂക്കുപാലം അവിടെ ഉണ്ടായിരുന്നു ഒരു ടൈമിൽ. ശരിക്കും ആ തൂക്കുപാലം എന്ന് പറയുന്നതാണ് ഈ സ്പോട്ടിൻ്റെ വേറൊരു പ്രത്യേകതയായിരുന്നത്. അപ്പം നമ്മളങ്ങനെ ജങ്കാറിൽ നിന്ന് ഇറങ്ങി നടക്കണമൊക്കെ സൂക്ഷിച്ചായിരിക്കണം. ഇതാണ് സംഭവം ജങ്കാറിൽ. പിന്നെ ഇങ്ങോട്ട് ഇവിടെ നിന്ന് കയറാനാണ് എൻ്റെ ഭയങ്കര പാടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സ്പോട്ട് അത്ര സുഖകരമല്ല നമുക്ക് പോകാനായിട്ട്. ഇങ്ങനത്തെ കയറാണ് നമുക്ക് ആകെ കൂടെ ഉള്ള ഏക ആശ്രയം പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എത്ര കണ്ട് എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ അതറിയില്ല. പിന്നെ നല്ല പൊള്ളണ വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരമെല്ലാം നല്ല ചൂടായിരുന്നു. കൈപിടിക്ക് വേണ്ടി വച്ചേക്കുന്ന മരമെല്ലാം ഭയങ്കര ചൂടായിരുന്നു. ശരിക്കും നാച്ചുറലായിട്ടുള്ള പടി. അങ്ങനെ നമ്മൾ അക്കരെ എത്തി ഇങ്ങനെ കയറുന്നുണ്ട്. ആൾക്കാരെ തന്നെ ശ്രദ്ധിച്ചാണ് കയറുന്നത്. കാരണം വീഴുന്നാൽ ഇങ്ങനെ താഴെ പോരും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചാണ് കയറുന്നത്. അപ്പം ഇതാണ് അക്കരക്കര. ഇതാണ് സംഭവം. ശരിക്കും ഒരു കാടിൻ്റെ നടുക്കൊരു ചെറിയ ദ്വീപ് പോലെ. ദ്വീപെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പുറത്തെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഫോറസ്റ്റ് ഏരിയയാണ്. പിന്നെ നമുക്ക് അലോഡായിട്ടുള്ള ഏരിയ ഇത്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള വർഷങ്ങളോളം പഴക്കമുള്ള തേക്ക് അല്ലാത്ത മരങ്ങളൊക്കെ. നല്ല മരങ്ങളുടെ ആ ഒരു വേര് കാണാൻ തന്നെ നല്ല രസമാണ്. ഈ കുപ്പി എറിയണത് എൻ്റെ കുഞ്ഞാണ്. പക്ഷേ ഞങ്ങൾ ആ പ്ലാസ്റ്റിക് അവിടെ ഇട്ടേച്ചല്ല വന്നത്. അവന് പിന്നെ കൂട് തുറന്നുവിട്ട അവസ്ഥയായിരുന്നു. ഒരു ചേച്ചിയും ഒരു ചേട്ടനെയും കളിക്കാൻ കിട്ടിയ ചാൻസിൽ വലിച്ചെറിയുന്നു, തട്ടി കളിക്കുന്നു. അതായിരുന്നു. പിന്നെ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ബിയറിൻ്റെ തല ഉണ്ടായിരുന്നു വേസ്റ്റ് ബാസ്ക്കറ്റായിട്ട്. അതിൽ ഞങ്ങൾ കൊണ്ട് കുപ്പി നിക്ഷേപിച്ചാണ് തിരിച്ചു പോയത്. പിന്നെ ഇത് അവിടെയുള്ളൊരു മരമാണ്. ഇതിന് എത്രയൊക്കെയോ കാലത്തെ പഴക്കമുണ്ട്. എല്ലാ നെയിം ബോർഡും ഒക്കെ ഉണ്ട്. പക്ഷേ അവളെ കണ്ടതിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്കതൊന്നും വായിക്കാനും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തല. അതിലാണ് ഞങ്ങൾ കുപ്പി നിക്ഷേപിച്ചത്. അവളെ വായിക്കാനും ഒന്നും എനിക്ക് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ അവളെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ, അതായിരുന്നു എൻ്റെ മെയിൻ എയിം. അതെന്തായാലും നടന്നായിരുന്നു. നമ്മളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. കാരണം മക്കളും ഒക്കെ ആയിട്ട്. കാരണം നല്ല ദൂരം ഉണ്ടായിരുന്നു നമുക്ക് നടന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ കവർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ നല്ല ടയേർഡായിരുന്നു. പിന്നെ വേണോ വേണ്ടേ എന്നുള്ള മട്ടിലായിരുന്നു നമ്മളെ നടത്തം. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ജങ്കാർ പിടിക്കാനുള്ള പോക്കാണ് കേട്ടോ. ജങ്കാർ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. അതുകൊണ്ട് ഒരുവിധം എല്ലാവരും കയറി. അതാണ് സംഭവം. തിരിച്ചു വരാൻ നേരം സീറ്റ് കിട്ടില്ല. പിന്നെ ഒരു അനിയത്തിക്കുട്ടി അവൾ മാറി തന്നായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ സീറ്റ് പിടിച്ച് കുഞ്ഞിനെ വെച്ചുകൊണ്ട് നിൽക്കണമല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് തന്ന ആ സീറ്റ്
അങ്ങനെ ഞങ്ങൾ സീറ്റ് പിടിച്ചു. ഞാനും പതുക്കിയാണ് ഇറങ്ങുന്നത്, കാരണം കണ്ണ് തെറ്റി അങ്ങ് താഴെ പോരും. അപ്പോൾ അതുകൊണ്ട് ഞാനും പതുക്കിയാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ജങ്കാർ പിടിച്ച് തിരിച്ച് ഞങ്ങളെ സ്വന്തം സ്വദേശത്തേക്ക് തിരിച്ചു പോയി, അക്കരക്കരയിലോട്ട് പോയി. അതുവഴിയാണല്ലോ നമ്മളെ എക്സിറ്റ്. ശരിക്കും നമ്മൾ 2019 അല്ലെങ്കിൽ 2018 അവസാനം കണ്ട ഒരു പുഴയല്ല പിന്നീട് 2019 വെള്ളപ്പൊക്കത്തിന് ശേഷം അടുത്തുള്ള എല്ലാ ഏരിയയും കൊണ്ടുപോയി കേട്ടോ. ഫുള്ള് ഇടിച്ച് എടുത്തോണ്ടാണ് പോയത്. കവിഞ്ഞാണ് പുഴ അന്ന് ഒഴുകിയത്. ശരിക്കും ചാലിയാർ പുഴയ്ക്ക് ഇങ്ങനെ ഒരു രൗദ്രഭാവം ഉണ്ടെന്ന് നമ്മൾ കാണുന്നത് ആ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷമാണ്. പിന്നെ നമ്മൾ കാണുന്നത് വയനാട് ഉരുൾപൊട്ടലിന് ശേഷം. ശരിക്കും ഈ പുഴയിലൂടെ ആ ടൈമിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ, നമുക്ക് സങ്കടമൊക്കെ തോന്നും ചില സാഹചര്യത്തിൽ. കാരണം പാത്രങ്ങൾ, ഗ്യാസ് കുറ്റികൾ, കൊച്ചു പിള്ളേരുടെ ചെരുപ്പുകൾ, ഇങ്ങനെയൊക്കെ തേങ്ങ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തൊക്കെ സമ്പാദിച്ച് കൂട്ടി വെച്ചോ അതെല്ലാമാണ് ആ ഒരു നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒഴുകി പൊയ്ക്കൊണ്ടിരുന്നത്. ശരിക്കും നമുക്കത് കാണുമ്പോൾ സങ്കടം തോന്നും. അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ പോലും സർവൈവ് ചെയ്യൂല. അത്രയ്ക്ക് വിഷമമായിരുന്നു നമ്മൾ അന്ന് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ടൈമിൽ ശരിക്കും പറയാൻ വാക്കുകളില്ല. കാരണം അപ്പോഴുണ്ടായിരുന്ന ടീം, പോലീസായാലും ഫയർഫോഴ്സ് ആയാലും റെസ്ക്യൂ ടീമായാലും നാട്ടുകാരായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുഴയിൽ ഒരുപാട് അവശിഷ്ടങ്ങൾ, അതായത് ശരീരാവശിഷ്ടങ്ങളായാലും ശരീരമായാലും ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം കണ്ടെത്തുന്നതും നാട്ടുകാരിങ്ങനെ കണ്ടെത്തി വിളിച്ച് പറയുമ്പോഴെല്ലാം ഇവരൊക്കെയാണ് ഓടിക്കൂടി. എല്ലാ ഹെൽത്ത് ടീമും അതിൻ്റെ കൂടെ ഉണ്ട്. കാരണം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ബാക്കി പ്രതിരോധ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഹെൽത്ത് ടീമും ഉണ്ടായിരുന്നു. പിന്നെ നാട്ടുകാർ അതിലേറെ നാട്ടുകാരുടെ സഹകരണം 100% എന്താ പറയാനായിട്ട്, പറയാൻ വാക്കുകളില്ല. 100% നല്ലതായിരുന്നു. അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. നാട്ടുകാർ നന്നായിട്ട് ഇടപെട്ട് കൂടെ ആ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള നാട്ടുകാർ. ഞങ്ങൾ ആ ഇടം കഴിഞ്ഞ് ഇതാണ് എക്സിറ്റ്. ഒരുപാട് ദൂരമുണ്ട്, നക്ഷത്രവനവും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. നമ്മൾ പിന്നെ അതിലൊന്നും കയറാൻ നിന്നില്ല, കാരണം ശരിക്കും തളർന്നായിരുന്നു നമ്മൾ. പിന്നെ നമ്മൾ എന്തോ ചെയ്ത് പുറത്ത് വന്നിട്ട് ഒരു കരിമ്പ് ജ്യൂസും കുലിക്കും ഒക്കെ കുടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാനാണ് പോയത്. നമ്മളെ വടപുറത്തുള്ള മീനാർ തട്ടുകടയിലാണ് നമ്മൾ പോയത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇവിടുത്തെ ബിരിയാണി ഒരുവിധം അടിപൊളിയാണ് കേട്ടോ. ബീഫ് ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും സൂപ്പറാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ്, അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ. കണ്ട ഇങ്ങനെയാണ് അവർ തരണം. അത് കഴിഞ്ഞ് മീവൽ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്തായാലും തിരിച്ചു പോയല്ലേ പറ്റും അവൾക്ക്. അങ്ങനെ അവൾ പോയി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.